വളരെ സിമ്പിളായിട്ടുള്ള ചില വാക്കുകളുണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ സ്പീച്ച് ആൻഡ് ടോക്ക്, ലുക്ക് ആൻഡ് വ്യൂ, ജേണി ആൻഡ് ട്രിപ്പ്. ഇതൊക്കെ വളരെയധികം കൺഫ്യൂസിംഗ് ആണ് ചില ആളുകൾക്കെങ്കിലും. ചിലപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണേഴ്സ് ആണെങ്കിലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ചിലർക്കൊക്കെ വരാറുണ്ട്. ഇന്ന് ആ കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറ്റാം വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള എക്സാമ്പിളിൽ കൂടി. ആദ്യം നമുക്ക് ലുക്ക് ആൻഡ് വ്യൂ. ലുക്ക് എന്ന് പറയുന്നതും വ്യൂ എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ലുക്ക് എന്ന് പറയുമ്പോൾ ടു ഡയറക്റ്റ് അവർ ഐസ് ടു സംതിങ്. ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ അത് നോക്കുക എന്നാണ് അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നോക്കൂ എന്ന് പറയില്ലേ? അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് തിരിക്കുക എന്നാണ് ലുക്ക്. അത് സാധാരണയായിട്ട് ഒരു വേർബായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളങ്ങനെ നോക്കുന്നതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടാകും. ആക്ഷൻ ഓഫ് സീയിങ് സംതിങ് ഓൺ പർപ്പസ് ആണ് ലുക്ക് എന്ന് പറയുമ്പോൾ. പക്ഷേ വ്യൂ എന്ന് പറയുമ്പോൾ അത് ഡിഫറൻ്റ് ആണ്. എ വ്യൂ ഓഫ് സംതിങ്, കാഴ്ച എന്ന് പറയില്ലേ, അതാണ്. അത് ഒരു ഹില്ലിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ, അതല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ, അങ്ങനെയൊക്കെയുള്ള മീനിങ്ങിൽ അത് ഉപയോഗിക്കാം, കാഴ്ച. പക്ഷേ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയില്ലേ, ഒരു ഒപ്പീനിയൻ, ആ അർത്ഥത്തിലും വ്യൂ ഉപയോഗിക്കാം. ലുക്ക് അറ്റ് ദ സ്കൈ, ഇറ്റ്സ് സോ ക്ലിയർ. അതായത് സ്കൈയിലേക്ക് നോക്കൂ, ഇറ്റ്സ് സോ ക്ലിയർ, ഇറ്റ്സ് വെരി ക്ലിയർ. അത് വളരെ വ്യക്തമാണ്, അത് വളരെ ക്ലിയർ ആണ്. ലുക്ക് അറ്റ് ദ സ്കൈ. ദ വ്യൂ ഫ്രം ദ ഹിൽ ഈസ് ബ്യൂട്ടിഫുൾ. ആ ഹില്ലിൽ നിന്നുള്ള ആ ഒരു വ്യൂ വളരെ മനോഹരമാണ് എന്നാണ്. ദ വ്യൂ ഫ്രം ദ ഹിൽ. ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സ്മൈൽഡ്. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അവിടെ ലുക്ക്ഡ് ആണ്. ഐ ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ ഓൺ ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിനെ പറ്റി എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വേറെയാണ്, വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് എനിക്ക് എന്നാണ്. ഐ ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ. ഐ ആം ഗോയിങ് ടു ലുക്ക് അറ്റ് ദ വ്യൂ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹിൽ. നോക്കൂ, ഒരു സെൻറ്റൻസിൽ തന്നെ ലുക്ക് ആൻഡ് വ്യൂ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ഹില്ലിൻ്റെ മുകളിൽ നിന്ന്, ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് വ്യൂ നോക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ലുക്ക് അറ്റ് ദ വ്യൂ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചർ എന്ന് പറയുമ്പോൾ ആ പിക്ചർ നോക്കൂ എന്നാണ്. അവിടെ ആക്ഷൻ ഓഫ് ലുക്കിംഗ് ആണ്. ദ വ്യൂ ഓഫ് ദ സിറ്റി ഈസ് അമേസിങ്. ദ വ്യൂ ഓഫ് ദ സിറ്റി, ആ സിറ്റിയുടെ ആ ഒരു വ്യൂ മനോഹരമാണ്, അമേസിങ് ആണ്. ദ വ്യൂ ഓഫ് ദ സിറ്റി ആണ്. ഇവിടെ കാഴ്ച എന്ന അർത്ഥത്തിലാണ്. വാട്ട് ഈസ് ബീയിങ് സീൻ. എന്താണ് കാഴ്ച? ആ കാഴ്ച കിട്ടുന്നത്, അതായത് സിറ്റിയുടെ ആ ഒരു കാഴ്ച. പ്ലീസ് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. ആ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ് എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യൂ, ഒന്ന് വിശദമാക്കൂ. ഇവിടെ ലുക്ക് ആൻഡ് വ്യൂ ഉണ്ട്. ഏതാണ് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? പ്ലീസ് ലുക്ക് അറ്റ് ദ പിക്ചർ. ചൂസ് ദ കറക്റ്റ് വേർഡ്. കറക്റ്റായ ഒരു വേർഡ് സെലക്ട് ചെയ്യുക. ഇൻ മൈ ദ പ്രോജക്റ്റ് ഈസ് ഓൺ ട്രാക്ക്. എൻ്റെ അഭിപ്രായത്തിൽ പ്രോജക്റ്റ് കറക്റ്റായ ട്രാക്കിൽ തന്നെയാണ്. ഇൻ മൈ വ്യൂ. അടുത്തത് ട്രൂ ഓർ ഫാൾസ്. ഷീ വ്യൂഡ് ദ സൺസെറ്റ് ഫ്രം ദ ബാൽക്കണി. ഇത് കറക്റ്റ് ആണോ അതല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് പറയുക. ഷീ വ്യൂഡ് ദ സൺസെറ്റ് ഫ്രം ദ ബാൽക്കണി കറക്റ്റ് ആണ്, ട്രൂ ആണ്. അടുത്ത സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. കറക്റ്റ് ദ സെൻറ്റൻസ്. ഹി ഗേവ് എ ക്വിക്ക് വ്യൂ അറ്റ് ദ റിപ്പോർട്ട്. ഇവിടെ വ്യൂ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. ഹി ഗേവ് എ ക്വിക്ക് ലുക്ക് അറ്റ് ദ റിപ്പോർട്ട്. അപ്പോൾ ലുക്ക് ആൻഡ് വ്യൂ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് സ്പീച്ച് ആൻഡ് ടോക്ക്. സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലോ ഒക്കെ അവതരിപ്പിക്കുന്നതാണ്. സ്പീച്ച്, പ്രസംഗം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇപ്പോൾ ഒരു ലെക്ചർ, ഒരു പ്രസൻറ്റേഷൻ ഒക്കെ സ്പീച്ച് എന്നതിൽ പെടുന്നതാണ്. ഇനി ടോക്ക് ആണെങ്കിലോ വളരെ കാഷ്വലായിട്ട് നമ്മൾ
ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യില്ലേ, സംഭാഷണങ്ങൾ വളരെ കാഷ്വലായിട്ടുള്ളതാണ് അത്. ടോക്ക്. The professor gave a powerful speech on climate change and afterwards we had a great talk with him about it. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പവർഫുൾ ആയ ഒരു പ്രസംഗം പ്രൊഫസർ നടത്തി. അതിനുശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. നോക്കൂ, സെയിം സെൻറ്റൻസിൽ തന്നെ സ്പീച്ച് ആൻഡ് ടോക്ക് ഉപയോഗിച്ചിരിക്കുന്നു. She gave a beautiful speech at the wedding. വിവാഹത്തിൽ അവൾ മനോഹരമായ ഒരു പ്രസംഗം നടത്തി. We had a lovely talk with her about the ceremony. ചടങ്ങിനെക്കുറിച്ച് ഞങ്ങൾ അവളുമായി മനോഹരമായ ഒരു സംഭാഷണം നടത്തി. ഇനി അടുത്ത കൺഫ്യൂസിങ് വേർഡ്സ് ആണ് എൻഡ് ആൻഡ് ഫിനിഷ്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, ഫിനിഷ് ചെയ്യുക എന്ന് പറയുമ്പോഴും നമ്മൾ അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻഡ് എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ടുള്ള ഒരു എൻഡിങ് ആണ്. പക്ഷേ ഫിനിഷ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പൂർത്തീകരിക്കുക, പൂർത്തിയാക്കുക, കംപ്ലീറ്റ് ചെയ്യുക എന്നർത്ഥമാണ്. ഇപ്പോൾ മൂവീസ് ഒക്കെ എൻഡ് ചെയ്യുകയാണ്, നാച്ചുറലി അത് എൻഡ് ചെയ്യുകയാണ്. ജേണി, അതുപോലെ റിലേഷൻഷിപ്പും അതൊക്കെ നാച്ചുറലായിട്ടാണ്, അതിന് എൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഫിനിഷ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റിംഗ് എ ടാസ്ക്, കംപ്ലീറ്റിംഗ് ആൻ ആക്ടിവിറ്റി ഒക്കെയാണ്. ദ മൂവി എൻഡഡ് അറ്റ് മിഡ് നൈറ്റ്. മൂവി മിഡ് നൈറ്റിൽ അവസാനിച്ചു. ഐ ഫിനിഷ്ഡ് വാച്ചിങ് ദ മൂവി ആൻഡ് സ്ലെപ്റ്റ്. മൂവി വാച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ് ആക്കി ഞാൻ ഉറങ്ങി. ദ മീറ്റിംഗ് എൻഡഡ് ഏർലി. മീറ്റിംഗ് നേരത്തെ അവസാനിച്ചു. ഐ വിൽ ഫിനിഷ് ദ മീറ്റിംഗ് ബിഫോർ 3 PM. 3 മണിക്ക് മുൻപ് ഞാൻ മീറ്റിംഗ് അവസാനിപ്പിക്കും. നെക്സ്റ്റ് വൺ, ജേണി ആൻഡ് ട്രിപ്പ്. ജേണി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്കുള്ള ആ ഒരു ട്രാവലിംഗ് ആണ്. ആ പ്രോസസ് ഓഫ് ട്രാവലിംഗ് ആണ് ജേണി. അത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പലപ്പോഴും അങ്ങനെ ജേണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നതിനല്ല, അതായത് ഡെസ്റ്റിനേഷനല്ല ഇമ്പോർട്ടൻസ് ജേണി എന്ന് പറയുമ്പോൾ. പലപ്പോഴും അത് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേർപ്പസിന് വേണ്ടി ചെറിയ ഷോർട്ട് വിസിറ്റുകളൊക്കെ നടത്തില്ലേ. ഇപ്പോൾ ബിസിനസ് ട്രിപ്പ്, പ്ലഷർ ട്രിപ്പ്, അത് ചെറിയ ട്രിപ്പുകൾക്ക് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നത് ആ ഒരു പേർപ്പസാണ്. ഇപ്പോൾ ബിസിനസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ട്രിപ്പാണെന്ന്. അപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ട്രിപ്പുകളാണ്, ഷോർട്ട് ആയിട്ടുള്ള യാത്രകൾ. ദ ജേണി ഫ്രം മുംബൈ ടു ഡൽഹി വാസ് ടയറിങ്. മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ആ യാത്ര ഭയങ്കര ക്ഷീണം ഉളവാക്കുന്നതായിരുന്നു എന്നാണ്. അതൊരു ലോങ് ജേണിയാണ് അല്ലേ. അതാണ് പ്രോസസ് ഓഫ് ട്രാവലിംഗ് ആണ് അവിടെ ഫോക്കസ്. അവിടെ ആ ഒരു ഡെസ്റ്റിനേഷന്, ആ പോകുന്ന സ്ഥലത്ത്, നമ്മൾ എവിടേക്കാണോ പോകുന്ന ആ സ്ഥലത്തിനല്ല ഇമ്പോർട്ടൻസ്. പക്ഷേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അതിനൊരു പേർപ്പസ് ഉണ്ട്. പിന്നെ അത് ഷോർട്ട് ട്രിപ്പ് ആയിരിക്കും, ഷോർട്ട് ആയിട്ടുള്ള യാത്രകളായിരിക്കും. വി വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു മുംബൈ എന്ന് പറയുമ്പോൾ അത് ഒരു പ്ലഷർ ട്രിപ്പ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് വേണ്ടിയോ ഒക്കെ ചെറിയൊരു ട്രിപ്പ്. വി വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു മുംബൈ. അതേസമയം ദ ജേണി ഫ്രം മുംബൈ ടു ഡൽഹി വാസ് ടയറിങ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് ട്രാവലിങ്ങിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഡ്യൂറിങ് ഹർ ജേണി ഷീ മെറ്റ് മെനി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. അവളുടെ ആ ഒരു ജേണിയിൽ, അവളുടെ ആ ഒരു യാത്രയിൽ അവൾ ഒരുപാട് ആൾക്കാർ, നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടി. ഹെർ ട്രിപ്പ് ടു ദ US വാസ് ഫൺ. അവളുടെ US-ലേക്കുള്ള ആ ഒരു ട്രിപ്പ് വളരെ നല്ലതായിരുന്നു, വളരെ ഫൺ ആയിരുന്നു. ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഐ ആം പ്ലാനിങ് എ ബിസിനസ് ബ്ലാങ്ക് ടു ന്യൂയോർക്ക് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ ഞാൻ ന്യൂയോർക്കിലേക്ക് ഒരു ബിസിനസ് യാത്ര നടത്തുന്നു എന്നാണ്. അവിടെ ട്രിപ്പ് ആണോ വേണ്ടത്, ജേണി ആണോ വേണ്ടത് എന്ന് എഴുതുക.
ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഷീ റോട്ട് എ ബുക്ക് എബൌട്ട് ഹെർ across the Sahara Desert. സഹാറ ഡെസേർട്ടിൽ കൂടിയുള്ള യാത്രയെക്കുറിച്ച് അവൾ ഒരു ബുക്ക് എഴുതി. ഇവിടെ ജേണി ആണോ വേണ്ടത്, ട്രിപ്പ് ആണോ? കറക്റ്റായ വേർഡ് ജേണി ആണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് വേർഡ്. വി ആർ പ്ലാനിങ് ടു ഗോവ നെക്സ്റ്റ് മന്ത്. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്. ഇനി ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് തരുന്നു. അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതണം. ദ സ്കൂൾ അറേഞ്ച്ഡ് ആൻ എഡ്യൂക്കേഷണൽ ജേർണി ടു ദ സയൻസ് മ്യൂസിയം. ഇവിടെ ഈ സെൻറ്റൻസ് ഒന്ന് കൃത്യമായി നോക്കുക, എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.